നബി തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്ന മാസമായിരുന്നു ഇതെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പറ്റി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്നതായ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്നല്ല, ഈ മാസം മുഴുവനും നോമ്പ് നോറ്റിരുന്നതായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നു, ഐ ഗാലിബഹു, മാസം മുഴുവനും അല്ല, കൂടുതൽ നോമ്പ് നോറ്റു എന്നാണ് അർത്ഥം. മാസം മുഴുവനും നബി തങ്ങൾ നോമ്പ് നോറ്റിട്ടുള്ളത് റമദാനാണ്. മറിച്ച് റമദാൻ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ അധിക നോമ്പ് നബി തങ്ങൾ പിടിക്കുമായിരുന്നു. ഏത്? പരിശുദ്ധമായ ശഅബാനിൽ. എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിച്ചുകൊണ്ട് തന്നെ നിലകൊണ്ടു. എന്താ നോമ്പിന് അത്ര വലിയ പ്രത്യേകത? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് കൃത്യമായി പഠിപ്പിച്ചു തന്നില്ലയോ? ഖുദ്സിയായ ഹദീസിലൂടെ നബി തങ്ങൾ പറയുന്നു, അല്ലാഹു പറഞ്ഞതായി, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. നോമ്പ് എനിക്കുള്ളതാണ്. മറ്റുള്ള അമലൊക്കെയോ? നിസ്കാരം, ഖുർആനോത്ത്, ദിക്ർ, അതൊക്കെ അല്ലാഹുള്ളതാണ്. പിന്നെന്താ നോമ്പ് മാത്രം എടുത്തു പറഞ്ഞത്? നോമ്പ് പോലെ മറ്റൊരു അമലുകളും അല്ലാഹ് അല്ലാതെ അറിയൂല. രഹസ്യമായി മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന അമലാണ് നോമ്പ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ തങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും തങ്ങൾ നോമ്പ് നോൽക്കുന്നതായി കാണുന്നില്ലല്ലോ. എന്താണ് കാരണം? റസൂലേ പറയുമോ ഹബീബേ? പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നതായി കാണുന്നല്ലോ ഈ ശഅബാനിൽ. ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പരിശുദ്ധമായ ശഅബാനിൽ നോമ്പ് നോൽക്കുന്നത് പോലെ റമദാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ ഇത്രയേറെ നോമ്പ് അധികരിപ്പിക്കുന്നതായി കാണുന്നില്ലല്ലോ. എന്താ കാരണം? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞത്, ദാക ശഹ്റുൻ യഗ്ഫുലുൻ നാസു ബൈന റജബിൻ വ റമളാൻ. ഇതൊരു മാസമാണ്, ഈ ശഅബാൻ ഒരു മാസമാണ് സ്വഹാബ. ഈ പവിത്രമായ മാസത്തെ അധിക ജനങ്ങളും അശ്രദ്ധരാകലുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ പുണ്യമായ ശഅബാൻ മാസത്തിൽ അമൽ ചെയ്യാതെ ഈ മാസത്തിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തി കളയുന്ന ധാരാളം ആളുകളുണ്ട്. ദാക ശഹ്റുൻ യഗ്ഫുലുൻ നാസു ബൈന റജബ വ റമളാൻ. പവിത്രമായ റജബിന്റെയും റമളാനിന്റെയും ഈ രണ്ട് മാസങ്ങളും എല്ലാവരും പവിത്രമായി കാണുന്നതാണ്. കാരണം റമളാൻ ഓൾറെഡി പവിത്രമാക്കപ്പെട്ടതാണ്. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണല്ലോ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പവിത്രമായ ഖുർആൻ ഇറക്കപ്പെട്ടതായ ശ്രേഷ്ഠമായ മാസമാണല്ലോ റമളാൻ. പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമളാൻ. കാരുണ്യത്തിൻ്റെതാകുന്ന 10 ദിനരാത്രങ്ങൾ നൽകിയ വളരെ ശ്രേഷ്ഠമായ മാസമാണ് റമളാൻ. പാപമോചനത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ അള്ളാഹു അനുഗ്രഹിച്ച മാസമാണ് റമളാൻ. നരകീയ മോചനത്തിന് 10 നൽകലിലൂടെ അള്ളാഹു ശ്രേഷ്ഠവൽക്കരിച്ച മാസമാണ് റമളാൻ. ഒരു നന്മ ചെയ്താൽ 70 നന്മകൾക്ക് പ്രതിഫലം ശ്രേഷ്ഠത കിട്ടുന്നതായ, അതിലേറെ ഇഖ്ലാസിന്റെ വർണ്ണവലിപ്പം അനുസരിച്ചുകൊണ്ട് അതിലേറെ മഹത്വം കിട്ടുന്ന മാസമാണ് പവിത്രമായ റമളാൻ. ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു ഫർളിന്റെ പ്രതിഫലം നൽകപ്പെടുന്ന മാസമാണ്. ഒരു ഫർൾ അനുഷ്ഠിച്ചാലോ 70 ഫർളുകളെ അവന്റെ ഇഖ്ലാസിന്റെ തോതനുസരിച്ചുകൊണ്ട് അതിലേറെയും പ്രതിഫലം നൽകപ്പെടുന്നതായ അതിവിശിഷ്ടമായ മാസമാണ് റമളാൻ.
മാത്രമല്ല പിശാചുക്കളെ കൊണ്ടുവന്ന ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്ന മാസമാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. സ്വർഗത്തെ അലങ്കരിക്കുന്ന മാസമാണ്. നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നതായ വിശിഷ്ടമായ മാസമാണ് റമളാൻ. ജനങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു സദാ സന്നദ്ധനായി നിലകൊള്ളുന്ന അതിവിശിഷ്ടമായ മാസമാണ് റമളാൻ. എല്ലാ ദിവസങ്ങളിലും ആയിരക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതായ അതിവിശിഷ്ടമായ മാസമാണ് റമളാൻ. ഒരുപാട് മഹത്വങ്ങളുള്ള വളരെ ശ്രേഷ്ഠമായ മാസമാണ് റമളാൻ. അതേപോലെ റജബും വളരെ പവിത്രതയുള്ളതാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന നാൾക്ക് മുതൽ അല്ലാഹു വർഷങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത് 12 മാസങ്ങളാണ്. അതിൽ ഹിജറ കലണ്ടർ പ്രകാരം അല്ലാഹു 4 മാസങ്ങളെ ശ്രേഷ്ഠവൽക്കരിച്ച മാസങ്ങളിൽ ഹിജറയുടെ കലണ്ടർ പ്രകാരം 7ാമത്തെ മാസമായി കടന്നുപോയ റജബ് മാസം വളരെ വിശിഷ്ടമാണ്. റമളാൻ പോലെ തന്നെ ശ്രേഷ്ഠതയുള്ളതാകുന്ന മാസങ്ങളാണ് 4 മാസങ്ങൾ. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, തുടർന്ന് വന്നിട്ടുള്ള 3 മാസങ്ങൾ. മറ്റൊന്ന് പരിശുദ്ധമായ റജബ് മാസം, വളരെ പവിത്രതയുള്ള മാസം ആണ്. ഇപ്പൊ നമ്മളിന്ന് കഴിഞ്ഞു പോയത്. സഹോദര സഹോദരിമാരെ, മനസ്സിലാക്കിക്കോ, ഈ പുണ്യമാക്കപ്പെട്ടതാകുന്ന റജബും വളരെ വിശിഷ്ടമാക്കപ്പെട്ട റമളാനിനും ഇടയിലുള്ള ഈ മാസം ദാക ശഹുറുൻ യഗ്ഫുറുൻ നാസു ബൈന റജബ വ റമളാൻ. അധികം ആളുകളും ശ്രദ്ധിക്കൂല. റജബ് വരുമ്പോൾ ഒന്ന് ഗൗനിക്കും. കാരണം എന്താ, പള്ളിയിൽ നിന്ന് ഖതീബും ഉസ്താദുമാരും ഒക്കെ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹു റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ. ഇത് കേൾക്കുമ്പോൾ റമളാൻ വരികയാണ്, അപ്പൊ ഒന്ന് റെഡിയാകണമെന്ന് കരുതി ആ മാസത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ വീണ്ടും ഗഫലത്തിലേക്ക് പോകും. മനുഷ്യനാണല്ലോ, മനുഷ്യനെന്ന് പറഞ്ഞാൽ തന്നെ അശ്രദ്ധയിലൂടെ കഴിഞ്ഞു പോകുന്നവരാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ടാണല്ലോ മനുഷ്യനെ കുറിച്ച് ലുഗത്തിന്റെ ഭാഷാർത്ഥം പറയുന്നതാകുന്ന ആളുകൾ പറയുന്നു, മനുഷ്യൻ എന്നുള്ളതിന്റെ അറബി പദം ഇൻസാൻ എന്നാണ്. ഒരു വിഭാഗം ലുഗത്തിന്റെ ആളുകൾ പറയുന്നത് മുസ്തഖും മിൻ നിസിയാൻ, മറക്കുക എന്നുള്ള പദത്തിൽ നിന്നാണ് എന്ത് പിടിക്കപ്പെട്ടത്, ഇൻസാൻ എന്ന വാക്ക് പിടിക്കപ്പെട്ടത്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യൻ. ഈ വാക്ക് എവിടുന്നാണ് ഉണ്ടായത്? നിസിയാനിൽ നിന്നാണ് ഉണ്ടായെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ. നിസിയാന്റെ അർത്ഥം എന്താ? മറവി എന്നാണ്. മനുഷ്യനാണ്, മറവി ഉണ്ടാകും, സ്വാഭാവികമാണ്. വീട്ടിൽ വന്ന് ഒരു പേന വെച്ചു പോക്കറ്റിൽ നിന്ന്, പിന്നെ പെണ്ണുങ്ങളോട് ചോദിക്കും, ഇവിടെ എവിടെയോ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും. സ്വട്ട് മുന്നിലുണ്ടാവും, ചിലപ്പോൾ കാണുന്നുണ്ടാവൂല. മറവിയാണ് മനുഷ്യന്. മറവി വല്ലാതെ കൂടുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും അള്ളാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഓർമ്മ എപ്പോഴും നിലനിൽക്കണം. ഇല്ലെങ്കിൽ മക്കൾ അവഗണിക്കും, മാതാപിതാക്കളെ, കുടുംബങ്ങൾ നമ്മൾ അവഗണിക്കും, ബന്ധുക്കളെ നമ്മൾ അവഗണിക്കും. ഓർമ്മയില്ലാതിരുന്നാൽ ആരും മൈൻഡ് ചെയ്യൂല. അധിക മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ഖിദ്മത്തുകൾ ചെയ്യുന്നത് വാപ്പായും ഉമ്മായും ഓർക്കുന്നത് കൊണ്ടാണ്. ഒരു ഓർമ്മയില്ലാതെ കോമയിൽ കിടക്കുന്ന വാപ്പയാണെങ്കിൽ മൈൻഡ് ചെയ്യൂല, ഉമ്മയാണെങ്കിൽ മൈൻഡ് ചെയ്യൂല. കാരണം ഉമ്മാക്ക് അറിയണം, ഉമ്മ മോളാകുന്ന ഞാനിതാ ഖിദ്മത്തെടുക്കുന്നു, സേവനം ചെയ്യുന്നു എന്ന് ഉമ്മയുടെ കൺമുന്നിൽ, വാപ്പയുടെ കൺമുന്നിൽ കൃത്യമായി അറിഞ്ഞ് അതനുസരിച്ചിട്ട് അവർക്ക് ബോധമുണ്ടാകുന്ന നിലയ്ക്ക് ഒരു പ്രത്യേക പരിഗണന, എന്റെ മോൾ എന്നെ നോക്കുന്നുണ്ടല്ലോ, എന്റെ മോൻ എന്നെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്ന കാലഘട്ടത്തിലാണ് അധികം നോട്ടക്കുറവ് വരും. എപ്പോ? ഓർമ്മക്കുറവ് വന്നാൽ. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളാകട്ടെ കുടുംബമാകട്ടെ ആരുടെ ആശ്രയില്ലാതെ നല്ല റാഹത്തായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആഫിയത്തോടുകൂടി സിഹത്തോടുകൂടി ഒരാളെയും ആ ഗ്ലാസ് വെള്ളം കൊണ്ട് എടുത്തോണ്ട് വാ എന്ന് പറയുന്ന ഒരവസ്ഥയില്ലാതെ നല്ല റാഹത്തായി എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മറ്റുള്ളവരെ ആശ്രയിക്കാന്ന് പറയാൻ നല്ലതല്ലല്ലോ. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പക്ഷെ മനുഷ്യനാണ്, നമ്മളോ എല്ലാവരും ആശ്രയിക്കേണ്ടവരാണ്. അള്ളാഹ് ആശ്രയിക്കാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അള്ളാഹു മാത്രം. അള്ളാഹു സമദ്, അള്ളാഹു പരാശ്രയരഹിതനാണ്. ഒരാളും ആശ്രയിക്കേണ്ടതാകുന്ന വസ്തുത അള്ളാഹുക്കില്ല. മനുഷ്യനാണ്, നമ്മളൊക്കെ എല്ലാ വിഷയത്തിലും ആശ്രയിച്ചാൽ. പക്ഷെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ ആസ്വദിക്കേണ്ടി വരും, സ്വാഭാവികമാണ്. അതിനെപ്പോഴും നമ്മൾ ദുആ ഇറക്കണം. ഏറ്റവും വലിയ ദുആ ഏതാ? ആഫിയത്ത് ചോദിക്കലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചുവല്ലോ, അയ്യ ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ്. ഈ ലോകത്തൊരു സത്യവിശ്വാസി പടച്ച റബ്ബിനോട് ചോദിക്കുന്നതായ ചോദ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ചോദ്യം ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, സലിൽ അഫ്വ വൽ ആഫിയ. നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തിന്റെ സുഖവും സൗഖ്യവും നിലനിർത്താൻ ചോദിക്കലാണ് ഏറ്റവും വലിയ ചോദ്യം. ഏറ്റവും നല്ല ദുആ അതാണ്. പക്ഷെ നമ്മളിൽ അധിക ആളുകളും അള്ളാഹുവിനോട് തേടാൻ മറന്നു പോകുന്ന ഒരു പ്രാർത്ഥനയുമാണത്. നബി തങ്ങൾ ദുആയിരുന്നു പഠിപ്പിച്ചല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, നിന്നോട് ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കുന്നു അല്ലാഹ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പ്രാർത്ഥന എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് മറന്നു പോകാൻ പാടില്ല. ഇത് ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു ദുആ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പുണ്യമായ റജബിന്റെയും വളരെ ശ്രേഷ്ഠമായ റമദാനിന്റെയും ഇടയിലുള്ള ഈ മാസത്തെ അധിക ജനങ്ങൾ അശ്രദ്ധ വെക്കുന്നു. ഈ ഹദീസ് ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുന്നു, അശ്രദ്ധ വെക്കുന്ന കാര്യങ്ങളെ ഗൗനിക്കണം എന്നുകൂടി പ്രവാചകന്റെ ആ വാക്കിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. നബിതങ്ങളുടെ വാക്കും ഖുർആനും ഒക്കെ മൂജസ് എന്നാണ് അതിന് ഉലമാക്കൾ പറയുന്നത്. എന്താണ് മൂജസ്? കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്ന കലാമുകൾക്കാണ് മൂജസ് എന്ന് പറയുക. ചെറിയ വാക്കായിരിക്കും നോട്ടത്തിൽ, പക്ഷെ വലിയ അർത്ഥങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാകും. ഒരുപാട് മഅനകൾ, അർത്ഥങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്കിൽ നിന്ന് മുഹദ്ദിസീങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നോമ്പ് അധികമായി പിടിക്കുന്നത് കണ്ടപ്പോൾ ഒരു അനുയായി വന്ന് ചോദിച്ചതാ, ഉസാമ റളിയല്ലാഹു അൻഹു, തങ്ങൾ എന്തിനാ ഈ മാസം കൂടുതൽ പിടിക്കുന്നത് ഷഅബാനിൽ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞൊരു മറുപടി, ഈ മാസം ഷഅബാനെ അധിക ആളുകൾ അശ്രദ്ധ വെക്കുന്ന മാസമാണ്, റജബിന്റെയും റമദാന്റെ ഇടയിൽ അശ്രദ്ധ വെക്കുന്ന മാസമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് മുഹദ്ദിസീങ്ങൾ പറയുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധ വെക്കുന്നതാകുന്ന സമയങ്ങളെയും അശ്രദ്ധ വെക്കുന്ന അമലുകളെയും ഗൗനിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതൊക്കെ ഈ പ്രവാചകന്റെ ഒറ്റ വാക്കിൽ നിന്ന് കിട്ടുന്ന അർത്ഥമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യർ അശ്രദ്ധ വെക്കുന്ന ദുആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഏത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. ആദ്യം അത് തന്നെ പഠിക്കുക. അധികം ആളുകൾ അശ്രദ്ധരാണ്. നമ്മൾ ആരെങ്കിലും ചോദിക്കലുണ്ടോ? ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം എത്ര വട്ടം ചോദിച്ചു? ഒരു വട്ടം പോലും ചോദിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അല്ലാഹുവേ, എന്റെ ശരീരത്തിന് സുഖവും സൗഖ്യവും തരണേ, ചോദിച്ചിട്ടുണ്ടാവൂല. നമ്മൾ നാട്ടുകാരുടെ ഒക്കെ ചോദിക്കും, മക്കളുടെ കാര്യം ചോദിക്കും, ഭാര്യയുടെ കാര്യം ഭർത്താവ് ചോദിക്കും, ഭർത്താവിന്റെ കാര്യം ഭാര്യ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദ്വാരക്കും. പക്ഷെ അവനവന്റെ സ്വന്തം ശരീരത്തിന്റെ സുഖവും സൗഖ്യവും തേടുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണ്. എല്ലാം തേടിയാലും നല്ല വീട് വേണം, നല്ല വാഹനം വേണം, ഖൈറായ ജീവിതം വേണമെന്നൊക്കെ പറഞ്ഞാൽ പോലും സ്വന്തമായി നമ്മൾ ചോദിക്കാൻ മടിക്കുകയും മറക്കുകയും ചെയ്യുന്നതാണ് ഏത്? അശ്രദ്ധ വെക്കുന്ന ദുആ ആണ് ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കുക. അപ്പൊ ആദ്യം തന്നെ അത് പഠിച്ചോളൂ. ആ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. അള്ളാഹു നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും നിന്നോട് ചോദിക്കുന്നു. ഇതിന് വിധങ്ങളുടെ ദുആ ആണ്. ഒരുപാട് ദുആ ഉണ്ട്. ഏറ്റവും ലഘുവായത് പഠിപ്പിച്ചതാണ്. ഇതെല്ലാവരും പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റൊന്നാണ്, അപ്പൊ അശ്രദ്ധയുണ്ടാവാൻ പാടില്ല. നല്ല ശ്രദ്ധ വെക്കേണ്ട സമയവും സന്ദർഭവുമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. ഈ മാസം അത്രമേൽ ശ്രേഷ്ഠതയുള്ളതാണ്. നബി തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്ന മാസമായിരുന്നു ഇതെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പറ്റി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്നതായ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്നല്ല, ഈ മാസം മുഴുവനും നോമ്പ് നോറ്റിരുന്നതായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നു, ഐ ഗാലിബഹു, മാസം മുഴുവനും അല്ല,
കൂടുതൽ നോമ്പ് നോറ്റു എന്നാണ് അർത്ഥം. മാസം മുഴുവൻ നബി തങ്ങൾ നോമ്പ് നോറ്റിട്ടുള്ളത് റമദാനാണ്. മറിച്ച് റമദാൻ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ അധിക നോമ്പ് നബി തങ്ങൾ പിടിക്കുമായിരുന്നു. ഏത്? പരിശുദ്ധമായ ശഅബാനിൽ. എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിച്ചുകൊണ്ട് തന്നെ നിലകൊണ്ടു. എന്താ നോമ്പിന് അത്ര വലിയ പ്രത്യേകത? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് കൃത്യമായി പഠിപ്പിച്ചു തന്നില്ലയോ? ഖുദ്സിയായ ഹദീസിലൂടെ നബി തങ്ങൾ പറയുന്നു, അല്ലാഹു പറഞ്ഞതായി, അസ്സൗമു ലീ വ അന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. നോമ്പ് എനിക്കുള്ളതാണ്. മറ്റുള്ള അമലൊക്കെയോ? നിസ്കാരം, ഖുർആനോത്ത്, ദിക്ർ, അതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. പിന്നെന്താ നോമ്പ് മാത്രം എടുത്തു പറഞ്ഞത്? നോമ്പ് പോലെ മറ്റൊരു അമലുകളും അള്ളാഹ് അല്ലാതെ അറിയൂല. രഹസ്യമായി മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന അമലാണ് നോമ്പ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് സ്വതക്ക കൊടുക്കുക. സ്വതക്ക കൊടുക്കുന്ന ആരും അറിയില്ലല്ലോ ഉസ്താദെ. വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയാതെ രഹസ്യമായി കൊടുത്താലും ആരും അറിയാതെ കൊടുക്കാൻ പറ്റൂലേ? എങ്ങനെ കൊടുക്കാൻ പറ്റും? ആ വാങ്ങുന്ന ആൾ അറിയൂലേ? വാങ്ങുന്ന ആൾ അറിയുന്നുണ്ടല്ലോ ഇന്നയാളെ തന്നേന്നുള്ളത്. അപ്പോഴും രഹസ്യമില്ല, അപ്പോഴും പരസ്യമാണ്. അവിടെ രഹസ്യത വരുന്നില്ല. നിസ്കാരം 10 പേര് മുന്നേ വന്ന് നമുക്ക് നിസ്കരിച്ചേ പറ്റുള്ളൂ. ഇമാമും ജമാഅത്തുമായിട്ട് പുരുഷന്മാർ നമസ്കരിക്കണം. വീട്ടിൽ നമസ്കരിച്ചാലും മകള് നമസ്കരിക്കുന്ന ഉമ്മ കാണും, ഉമ്മ നമസ്കരിക്കുന്ന മകള് കാണും. എപ്പോഴെങ്കിലും ഉള്ള നമസ്കാരത്തെ കാണും. ഒളിച്ചും പാത്തും പറ്റൂല. നേരെ മറിച്ച് നോമ്പോ ഹജ്ജോ അതും ആൾക്കാർ കാണാതെ ചെയ്യാൻ പറ്റൂല. പരിശുദ്ധ കഅബയുടെ പരിസരത്ത് പോയിട്ടേ പറ്റുള്ളൂ. എല്ലാവരും കാണും അത്. അതേസമയത്ത് നോമ്പ് നോൽക്കുന്നത് ആരും അറിയൂല. രഹസ്യമായി ഞാനും പടച്ചവനും അറിയുള്ളൂ. ഞാൻ നോറ്റിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞാൽ ആരും അറിയുന്നില്ല. നമുക്ക് മാത്രം ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി. അല്ലാഹു പറയാ, നോമ്പിന്റെ പ്രതിഫലം നാമാണ് കൊടുക്കുക. പ്രതിഫലം ഇന്നതാന്ന് പറഞ്ഞിട്ടില്ല. പ്രതിഫലം സ്വർഗ്ഗാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനും അപ്പുറം കിട്ടാൻ ഹേതുവാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനപ്പുറം ഉണ്ടോ? സ്വർഗ്ഗമല്ലേ ഏറ്റവും വലുത്? ആണോ? സ്വർഗ്ഗമാണോ ഏറ്റവും വലുത്? ആണോ? അല്ല, സ്വർഗ്ഗമല്ല ഏറ്റവും വലുത്. സ്വർഗം ഒരു സൃഷ്ടിയാണ്, നമ്മളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആണോ അല്ലയോ? അപ്പൊ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് വേണ്ടി ആഗ്രഹിക്കൽ നല്ലതാണോ? അല്ല. നിങ്ങൾ തന്നെ പറയും. അപ്പൊ അതല്ല ഏറ്റവും വലുത്. പിന്നെന്താ? ഏറ്റവും വലുത് സൃഷ്ടാവിനെ ആഗ്രഹിക്കലാണ്, അള്ളാഹെ ആഗ്രഹിക്കലാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? സ്വർഗം എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നരകം അള്ളാഹു സൃഷ്ടിച്ച പോലെ തന്നെ സ്വർഗത്തെ ആര് സൃഷ്ടിച്ചാണ്? അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാനല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, സ്വർഗവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മളെന്തിനാണ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാനല്ല ആഗ്രഹിക്കേണ്ടത്? പിന്നെ ആരെ കാണണം? അള്ളാഹയെ കാണണം. അള്ളാഹയെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഫമൻ കാന യർജൂ لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ടുകൊണ്ട് ആനന്ദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മുസ്ലിം ഉണ്ടോ, മുസ്ലിമത്തുണ്ടോ, അല്ലാഹു തന്നെ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഫമാ കാന യർജൂ ലിഖാഅ റബ്ബിഹി. അള്ളാഹുവിനെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഫൽഅമൽ അമലൻ സാലിഹാ, നല്ല സുഹൃതങ്ങൾ ചെയ്യണേ, നമസ്കാരങ്ങൾ ചിട്ടവെക്കണേ, നോമ്പുകൾ നോറ്റു വീട്ടണേ, സക്കാത്തുകൾ കൊടുത്തു വീട്ടണേ, പാവങ്ങളുടെ കണ്ണീരപ്പണേ,
ഹജ്ജ് നിർവഹിക്കണേ, നിരാലംബർക്ക് അവലംബമാകണേ, അനാഥകളെ സംരക്ഷിക്കണേ, അയൽവാസികളോട്, നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, ഇതര സമുദായത്തോട് എന്ന് വേണ്ട ആരെല്ലാമോട് കടമകളുണ്ടോ, കടപ്പാടുകളുണ്ടോ, ആ കടമകളും കടപ്പാടുകളും പരിപൂർണമായി പൂർത്തീകരിക്കണേ. ഫൽഅമൽ അമലൻ സാലിഹാ. തീർന്നില്ല. അല്ലാഹു അല്ലാതെ ഈ ഉലകത്തിൽ മറ്റൊരാളെ നീ ആഗ്രഹിക്കരുത്, മറ്റൊരാൾ ആരാധന വെച്ച് നീ പുലർത്തരുത്. നീ ആരോടെങ്കിലും സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിനോട് മാത്രമാണ്. അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ പരിപാലകൻ, അവനാണ് സർവേശ്വരൻ, അവനാണ് സർവാധിപതി. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്നതായ മുൻപക്ഷികൾക്ക് പോലും എല്ലാ പറവകൾക്കും ചിന്താഗതിയില്ലാതെ ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്. ആ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിന്റെ മുന്നിലല്ലാതെ നീ സാഷ്ടാംഗം ചെയ്യരുതേ, സുജൂദ് കൊണ്ട് വർത്തിക്കരുതേ. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അല്ലാഹുവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതി നമസ്കരിച്ച് ഇബാദത്തിൽ കണിശത വെച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, മുഅ്മിനത്തുണ്ടോ, അവർക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആദരവായ പ്രവാചകർ പറഞ്ഞില്ലേ, മൻ സറഹു അയ്യൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിള് അല സ്വലവാത്തിൽ ഖംസ. ആരെങ്കിലും ഈ ലോകത്തിന്റെ തമ്പുരാനായ അല്ലാഹുവിനെ നേർക്കുനേരെ നാളെ ആഖിറത്തിൽ കാണണമെന്ന്, അത് കണ്ടുകൊണ്ട് ഇഷ്ടം വെക്കാൻ, അത് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ താല്പര്യമുണ്ടോ, ഫൽയുഹാഫിള് അല സ്വലവാത്തിൽ ഖംസ. 5 വഖ്ത് നമസ്കാരത്തെ സൂക്ഷിക്കണേ, ഗൗനിക്കണേ എന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനകളിൽ അത് മുറുകെ പിടിക്കണം. ഒരു വഖത്ത് പോലും ഖളാക്കാൻ പാടില്ല. 5 വഖത്തും ജമാഅത്ത് ശ്രദ്ധിക്കണം. വലിയ തൗഫീഖാണ് അങ്ങനെ ശ്രദ്ധിച്ചാൽ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ മുസ്ലിമേ, മുഅ്മിനേ, പള്ളിയിലല്ലാതെ നിനക്ക് നമസ്കാരമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയിൽ വന്ന് നമസ്കരിക്കണം, പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ പള്ളിയുടെ പുനരുദ്ധാരണ ആണല്ലോ നടക്കുന്നത്. പള്ളിയുടെ മഹത്വം മരിച്ചോളി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളികൾ ആകാശ ലോകത്ത് നിന്ന് മനോഹരമായി തിളങ്ങുകയാണ്. അൽ മസാജിദു ബുയൂത്തുല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ മസാജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർദ്. ഭൂമിയിലുള്ളതാകുന്ന അല്ലാഹുവിന്റെ ഭവനങ്ങളാണ് പള്ളികളെന്ന് നബിയുനാ റസൂലുള്ളാഹി. തുളിഉ ലിഅഹ്ലിസ് സമാ. ആകാശ ലോകത്തുള്ള സർവ്വർക്കും ഈ ഭൂമിയിലുള്ള പള്ളികൾ പ്രകാശിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തട്ടത്തുമല ജുമഅയാകട്ടെ, ഏതെല്ലാം പള്ളികൾ നമ്മുടെ പരിസരങ്ങളിലുണ്ടോ ആ പള്ളികൾ ആകാശ ലോകത്തുള്ളവർക്ക് വേണ്ടി പ്രകാശം പൊഴിക്കുന്നതാകുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആകാശത്താരാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് കഴിഞ്ഞ് പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ആകാശ ലോകത്ത് ആരാണെന്നറിയുമോ സഹാബ? മാഫിസ് സമാഇ മൗളിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശ ലോകത്തേക്ക് ഓരോ ചവിട്ടടി വെക്കുമ്പോഴും അവിടെയൊക്കെ മലക്കുകളുടെ
സാന്നിധ്യമാ. കോടാനു കോടി മലക്കുകളാണ് ആകാശലോകത്ത് വിന്യസിച്ചിട്ടുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ആകാശലോകത്തുള്ളതാകുന്ന കോടാനു കോടി മലക്കുകൾക്ക് ഈ ഭൂമിയിലുള്ളതാകുന്ന ഓരോ പള്ളികളും പ്രകാശം പൊഴിക്കുന്നതായി തോന്നുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കമാ തുളീഉ നുജൂമുസ് സമാഇ ലിഅഹ്ലിൽ അർളി. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് രാത്രി ആകാശലോകത്തേക്ക് നോക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുഅ്മിനുണ്ടോ, ഏതൊരു മനുഷ്യനുണ്ടോ, ആകാശലോകത്ത് മിന്നെ തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങളില്ലേ, ആ നക്ഷത്രങ്ങളെ ആകാശലോകത്ത് നീ കാണുന്നത് പോലെ, വാനലോകത്ത് നീ തിളങ്ങിയതായി ദർശിക്കുന്നത് പോലെ, ഭൂമിയിലുള്ളവർക്ക് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ തിളങ്ങുന്നത് കാണുന്നത് പോലെ, ആകാശത്തുള്ളതാകുന്ന മലക്കുകൾക്ക് ഭൂമിയിലുള്ള പള്ളികളും പ്രകാശം പൊഴിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമിഫഹസി ഖതാത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നാ. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി അവന്റെ വജ്ഹ് ലക്ഷ്യം വെച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ നാമധേയത്തിൽ ഒരു പള്ളി എടുക്കാൻ ആരെങ്കിലും സന്നദ്ധനായോ, കമിഫഹസി ഖതാ, വലിയ പള്ളികൾ വേണമെന്നില്ല കേട്ടോ. ഏറ്റവും ചെറിയതാകുന്ന ഒരടയ്ക്ക കുരുവിക്ക് താമസിക്കാൻ പറ്റുന്ന നിലയ്ക്കെങ്കിലും ഒരു ചെറിയ പള്ളി ആരെങ്കിലും എടുത്താൽ തന്നെ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനൊരു മനോഹരമായ വീട് ഉറപ്പാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ ചോർന്നലിക്കുന്നതാകുന്ന പിരകളിൽ വസിച്ചിട്ടുള്ള മുസ്ലിമേ, മുസ്ലിമത്തെ, നല്ല ഒരു വീടില്ലാത്തതിന്റെ പേരിൽ ധാരാളം സങ്കടങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ആഖിറത്തിൽ നിങ്ങൾക്ക് വീട് ഉറപ്പാൻ നിങ്ങൾ കൊടുക്കുന്നതായ ഈ സ്വർണവും നിങ്ങൾ ഈ കൊടുക്കുന്നതാകുന്ന സമ്പത്തും അല്ലാഹുവിന്റെ പള്ളിയുടെ പുനരുദ്ധാരണത്തിന് ഹേതുവാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ നബി തങ്ങളുടെ വാക്കാണ്, പ്രവാചകരുടെ അധ്യാപനമാ, സ്വർഗത്തിൽ മനോഹരമായ ഒരു വീട് അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനേക്കാൾ വലുതെന്ത് വേണം? ഇവിടെ ദുനിയാവിൽ ഒന്നുമില്ല, ആഖിറത്തിൽ വലിയ വീടും കൊട്ടാരവും. അൽഹംദുലില്ലാഹ്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്ന പിന്നെയും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു നമുക്ക് സ്വർഗം നസീബാക്കട്ടെ. സഹോദരങ്ങളെ, സ്വർഗം കിട്ടുമെന്ന് ഉറപ്പായാൽ, അവിടെ ഒരു വീടുണ്ടെന്ന് ഉറപ്പായാൽ പിന്നെ ഈ ദുനിയാവിൽ എന്തിനും ടെൻഷൻ അടിക്കുന്നെന്ന് തഴവാ ഉസ്താദിന്റെ വരികളാണ്. അല്ലാഹു ഉസ്താദിന്റെ ദറജ ഉയർത്തട്ടെ. എത്ര കറക്റ്റാണ്. കാരണം അവിടെയല്ലേ ശാശ്വതികത്വം. ഇവിടെ ദുനിയാവ് കുറഞ്ഞ കാലം, ഇനി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സംഭവം എല്ലാം തീരാൻ പോവാണ്. ഇപ്പൊ തന്നെ ആയുസ് തീർന്നില്ലേ? 40, 50, 60, 70 വയസ്സ് കഴിഞ്ഞു. ഈ ദുനിയാവിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ കണ്ണടയാൻ പോവാണ്. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും അള്ളാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അമലുകൾ അശ്രദ്ധ വെക്കാതെ ശ്രദ്ധ പതിപ്പിച്ച് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാൻ വരികയാണ്. റമദാനിൽ മിക്ക പള്ളികളും റമദാനിൽ
സലാം വീട്ടിയാൽ ഉടനെ മഗ്രിബ് കഴിഞ്ഞാൽ ഉടനെ വേഗം എന്ത് ചെയ്യണം? ദുആയിരന്ന് പോകണമെന്നാണ്. അങ്ങനെ തന്നെയാണ് മിക്കയിടത്തും നിയമം പാസ്സാക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മഗ്രിബിന് സുബഹിക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 മറാത്തിൻ ഗുഫിറ ലഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. പരിശുദ്ധമായ മഗ്രിബിന്റെയും സുബഹിക്ക് ശേഷം ആരെങ്കിലും 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അനക്കമടങ്ങി അങ്ങനെ തന്നെ ഇരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചലിക്കാൻ പാടില്ല. പൊതി അവിടുന്ന് വരുന്നുണ്ട്, ഇവിടുന്ന് വരും, ഒന്നും നോക്കാൻ പാടില്ല. അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് 10 വട്ടം ആരെങ്കിലും ചെല്ലിയാൽ ഗുഫിറ ലഹു, അള്ളാഹുവിന്റെ പാപം പുറത്തു കൊടുക്കും. ഹദീസാൻ. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ അഥവാ വലിയതാകുന്ന തിരമാല കരയിലേക്ക് അടിച്ചു വീശുമ്പോഴുണ്ടാകുന്ന പതയുണ്ട്, നുര. ആ പതകൾക്ക് സമാനമായിട്ട് നിങ്ങൾക്ക് പാപമുണ്ടെങ്കിൽ പോലും അള്ളാഹു പുറത്തു തരും. അത്ര പാപം ചെയ്തവനും അള്ളാഹു പൊറുക്കുമെന്നു. ആ ദിക്റാണ് നമ്മൾ കളഞ്ഞു വിളിക്കുന്നത്, കേവലം ഒരു കാക്ക ബിരിയാണിക്ക് വേണ്ടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ചാടി എഴുന്നേറ്റ് ഓടുകയാണ്. ചിലയിടത്ത് കമ്മിറ്റിക്കാർ തന്നെ പറയും, സാറേ ആ ദുആ അങ്ങ് വേഗം ഇരുന്നേക്കാണ് നിസ്കാരം കഴിഞ്ഞ്. കാരണം എന്താ, 2 മിനിറ്റ് അങ്ങോട്ട് ഇരിക്കുന്ന പോലും വലിയ മടിയാണ്. കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ തന്നെ മിക്ക പള്ളികളിൽ എന്താണ്, പൊതിയുള്ള ദിവസം മഗ്രിബിന് വന്ന് കൂടും, പൊതിയിൽ 5 എണ്ണം ആക്റ്റീവാക്കി പോകും. അങ്ങനെയാണ് മിക്കയിടത്തെയും. എല്ലായിടത്തും അല്ല കേട്ടോ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇവിടുത്തെ പ്രത്യേകിച്ചും അല്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആമീൻ പറയിൻ. പൊതുവെ അങ്ങനെ തന്നെയാണ്. അതിനെന്താണ് ഇവരൊരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹിക്മത്ത് പരിപാടിയാണ്. മഗ്രിബ് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഹലാസ് വേഗം തന്നെ പോകണം. അതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും വയ്യ. ഇത് ചെല്ലാനും അറിയാൻ മേല, അതിന്റെ വേറെ വിഷയം. എങ്ങനെയോ നിസ്കരിച്ച് സുജൂദൊക്കെ ചെയ്ത് വേഗം തന്നെ പോരുകയാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അപ്പൊ പിന്നെ ഇതങ്ങ് ഒഴിവാക്കി അത്രയും റാഹത്ത്. അതവിടെ ഇരുന്ന് ചെല്ലണം. അതാര് ചെല്ലിയില്ലേലും നിങ്ങൾ അവിടെ ഇരുന്ന് 10 വട്ടം ചെല്ലിയിട്ട് എഴുതേൽക്കാവുള്ളൂ. അത് മനുഷ്യനെ അശ്രദ്ധ വെക്കുന്ന ഒരു അമലാണ്. പ്രത്യേകിച്ച് റമദാനിൽ. റമദാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം. ആ മാസത്തിലാണ് ഇത് ഇല്ലാക്കുന്നത്. അതാ രസം. റമദാൻ അല്ലാത്ത മാസങ്ങൾ ചെല്ലിയില്ലേലും വിഷയമില്ല. റമദാനിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം റമദാനിൽ ഇതല്ലേ സുന്നത്തുകളൊക്കെ എടുക്കേണ്ട, ശ്രദ്ധിച്ച ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ പ്രതിഫലം ഒന്ന് പഠിപ്പിക്കപ്പെട്ട മാസം. ആ മാസത്തിലാണ് നമ്മൾ ഈ സുന്നത്ത് ഒഴിവാക്കി കളയുന്നത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇങ്ങനെ അങ്ങോട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ധാരാളം അമലുകൾ, എണ്ണിയാൽ തീരാത്ത അമലുകളുണ്ട്, മനുഷ്യനെ അശ്രദ്ധ വെക്കുന്ന അമലുകളെ. ആ അമലുകളെയൊക്കെ ഒന്ന് ഗൗനിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വേറൊന്നും പറയട്ടെ, മിക്ക ആളുകളെ ശ്രദ്ധിക്കാത്ത, എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലേക്ക് ജനങ്ങൾ വന്ന് നിൽക്കുമ്പോ വിചാരണയില്ലാതെ വേഗം സ്വർഗത്തിൽ കിടത്തുന്ന വ്യക്തികൾ 70,000 ഹിസാബില്ലാതെ, വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിഭാഗം 70,000. അവരുടെ ലീഡർഷിപ്പുള്ള വ്യക്തിയാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് നബിയുനാ റസൂലുള്ളാഹി അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് മലായികത്തുകൾ കാത്തു നിൽക്കുകയാണ്. സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാ. മർഹബാ മർഹബാ യാ അബൂബക്കർ, അബൂബക്കറേ സ്വാഗതമാണ്, വിളിക്കുകയാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ക്ഷണിക്കപ്പെടുന്നതായ ലോകത്ത് ഒരേ ഒരു വ്യക്തിത്വം അബൂബക്കറാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്നാൽ ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറന്നു വെച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യണോ, നിങ്ങൾക്കൊരു അമല് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥനയാണ്. വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്താൽ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തണം, നോട്ടം ആകാശത്തേക്ക് ആക്കണം. ഹദീസിലുണ്ട്, വലൗ അഅമ, അന്ധനാണെങ്കിലും അങ്ങനെ തന്നെ നോക്കണം. കണ്ണിന് കാഴ്ചയില്ലല്ലോ, എന്തിനാ അങ്ങോട്ട് നോക്കിയിട്ടൊന്നും നോക്കല്ല, അങ്ങനെ തന്നെ നോക്കണം ആകാശത്തേക്ക്. നട്ടുച്ചയ്ക്ക് പോയി ഇങ്ങനെ നോക്കരുത്, പിന്നെ നോക്കേണ്ടി വരുമല്ലോ, എല്ലാം പോയിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാനുള്ള റാഹത്തായിട്ട് 2 കൈകൾ ഉയർത്തിയിട്ട്, ഇപ്പോൾ രാത്രിയിലാണെങ്കിലും ഇങ്ങനെ ഒളു എടുത്തതിന് ശേഷം 2 കൈകൾ ഉയർത്തി, സ്ത്രീകളടക്കം ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ ദ്വാരക്കാം ആകാശത്തേക്ക്.
ഒളു എടുത്തതിന് ശേഷം ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ട് ദ്വാരക്ക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. ആ ദുആ പൂർത്തിയാക്കി അങ്ങനെ ചെയ്ത് ഒരു സലാത്തും ചൊല്ലിയിട്ടൊന്ന് ദ്വാരന്ന് മുത്തി വാങ്ങി. വിധങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ 8 കവാടം തുറക്കും ഈ ഒരൊറ്റ ദുആ ചെയ്യുന്നവന്. വേറൊന്നും വേണ്ട. എന്താ ഇപ്പൊ ഇയാൾ ചെയ്ത്? നിസ്കരിച്ചോ? നിസ്കാരത്തിൽ കയറിയിട്ടില്ല. എന്താ ചെയ്ത്? ഒളു എടുത്തിട്ടൊന്ന് ദ്വാരുന്നതാ. അപ്പോഴേ സ്വർഗത്തിന്റെ 8 കവാടം തുറന്നു. ഈ സ്വർഗത്തിന്റെ 8 കവാടം തുറന്നു വെച്ച് വിളിക്കുന്നത് ലോകത്ത് ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കിട്ടുന്ന സമുന്നതമായ പദവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പാത്രീഭൂതനാക്കുന്നു. പെങ്ങളെ, ചെറുപ്പക്കാര, സഹോദര, വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥനയെ ഗൗനിക്കാൻ മനുഷ്യൻ അശ്രദ്ധ വെക്കുന്ന അമലുകളിൽ പെട്ടതാകുന്ന അതിവിശിഷ്ടമായ അമലാണ് ഈ അമൽ. അധികം ആളുകൾ മറന്നു പോകുന്ന അമലുകളാണ്. നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഓട്ടാണ് നമ്മൾ. എന്നാ പള്ളിയിൽ വെണ്ടക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് ബോർഡ്, അല്ലാഹുമ്മ ജഅൽനി മിനൽ, അവിടെ കൊടുത്തിരിക്കുക. അത് വുളൂഇന്റെ ശേഷമുള്ള ദുആ. ഇന്ന് വരെ വായിച്ചു നോക്കിയിരിക്കുന്നു. വായിച്ചിട്ടുണ്ട് സാർ, വുളൂഇന്റെ ദുആ എന്ന് ഒരു വട്ടം കണ്ടത് കൊണ്ട് ഒട്ടിച്ച സമയത്തൊന്ന് വായിച്ചിട്ടുണ്ട്. പിന്നെ അള്ളാഹത്ത് മൈൻഡ് ചെയ്തിട്ടില്ല. വുളൂഇന്റെ ദുആ അല്ലേ, അതുകൊണ്ട് നമുക്കത് വേണ്ട. അസ്സലാമു അലൈക്കും. നമ്മൾ അതിനേക്കാൾ വലുത് തേടി തലകുത്തി മറിയാൻ പോവാണ്. ഇതൊന്ന് ദ്വാരന്നിട്ട് പോയിക്കേ. അത് അവിടെ നിന്ന് നോക്കി 2 വട്ടം വായിക്കുമ്പോൾ അത് കാണാതെ പഠിക്കും. പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഹിഫ്ളാവും. അതൊക്കെയാ ചെയ്യേണ്ടത്. അതിന് പള്ളികളില്ലെങ്കിൽ അത് റെഡിയാക്കി വെച്ചു കൊടുക്കണം. പ്രായമുള്ള ആളുകളൊക്കെ അത് നോക്കി വായിച്ച് മനസ്സിലാക്കി ദ്വാരന്നിട്ട് വരട്ടെ. 1 മിനിറ്റ് അതിന് പോയാലും കുഴപ്പമില്ല. അതിന് ദ്വാരന്നിട്ട് അത് വലിയൊരു തൗഫീഖാണ്. അങ്ങനെ ദ്വാരം നോക്കിയേ, സ്വർഗത്തിന്റെ 8 കവാടം തുറക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ കരുതുന്നത് പോലെ വലിയ അമല് കൊട്ടപ്പടി ചെയ്യലല്ല ഇസ്ലാം. നമ്മൾ നിസ്സാരമാക്കുന്ന പല അമലുകളും കൃത്യമായി ചെയ്താൽ അതിൽ വലിയ വിജയം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പല ആളുകളും നിസാരവൽക്കരിക്കുന്ന ഒന്നാണ് ഈ ദുആ.